ഇങ്ങനെയുള്ള ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി എടുത്ത ഫോട്ടോ ആയിരുന്നു. കുറച്ച് സമയം വേണം അവർക്കത് മാറ്റി എക്സ്ചേഞ്ച് ചെയ്ത് വേറൊരു സാധനം തരാൻ വേണ്ടിട്ട്. ഉറുമ്പിന്റെ കൊറേ സാധനം ചുമലിലേക്കിട്ട് ഇങ്ങനെ നടന്നു വരും. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നമ്മുടെ നീ ഞങ്ങളുടെ പറഞ്ഞേ. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ഇന്നലെ ഷീറ്റ് വാങ്ങിച്ചിരുന്നു റൂമിൽ ഇടാൻ വേണ്ടിട്ട്. നമ്മുടെ റൂമില് റെഡ് ഓക്സൈഡ് അടിച്ചേക്കുന്നത്. അപ്പൊ അതിന് ഷീറ്റ് ആക്കാൻ വേണ്ടിട്ട് കാത്തിരുന്ന് നമുക്ക് ഷീറ്റ് കിട്ടിയതാണ്. ഷീറ്റ് നമ്മൾ കണ്ടുപിടിച്ച ഷീറ്റ് നമ്മൾ ഇടാൻ പോവാട്ടോ. നമ്മളെ റൂം അങ്ങനെ നമ്മൾ വൃത്തിയാക്കി എടുക്കാൻ പോവാണ്. കുഞ്ഞിപ്പെണ്ണ് വന്നിട്ടാണ് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ നമ്മൾ ഇതുവരെ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോവാട്ടോ, രാത്രി സമയം. അപ്പൊ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയല്ലേ, കട്ടിലെടുത്ത് മാറ്റണം, അടിച്ചു വാരി നിലത്ത് മണ്ണും കല്ലൊന്നും ഇല്ലാണ്ട് വേഗം ഷീറ്റ് കീറിപ്പോലല്ലേ. അപ്പൊ നിലത്തെ ഷീറ്റ് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. എന്നിട്ട് നിലത്തെ ഷീറ്റ് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ റൂം നല്ല വൃത്തിയാവും, നല്ല വൃത്തിയാവും, അല്ല നല്ല രസമാവും, നീറ്റാവും. കണ്ടോ, ഇതാണ് നമ്മൾ എന്താ വാങ്ങിച്ച ഷീറ്റ്. ഈ ഷീറ്റ് നമ്മുടെ റൂമിൽ വിരിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പൊ കുഞ്ഞിപ്പെണ്ണ് എന്താ ഒന്നും മനസ്സിലാവാതെ കുഞ്ഞിപ്പെണ്ണ് നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞിപ്പൊക്കെ ഇട്ട് കുഞ്ഞിപ്പെണ്ണ് നോക്കിയിരിക്കുന്നുണ്ട്. അപ്പൊ കുഞ്ഞിപ്പെണ്ണ് മമ്മീന്റെ അടുത്തേക്ക് കൊടുത്തിട്ട് നമുക്ക് പണി തുടങ്ങാം. എലിക്കുഞ്ഞാണല്ലേ കരഞ്ഞേ. ഞാൻ മിണ്ടിയില്ലല്ലോ കൂട്ടുകാരോട്. അല്ല കൂട്ടുകാരെ, എല്ലാവർക്കും സുഖാണ്, ഞാൻ സുഖമായിരിക്കുന്നു. പാപ്പൊക്കെ കഴിച്ച് സുഖമായിട്ട് ഇരിച്ചോ പടേ. കുഞ്ഞിപ്പെണ്ണ് എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കുഞ്ഞിപ്പെണ്ണിനെ മമ്മീന്റെ അടുത്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ റൂം സെറ്റ് ആക്കാൻ വേണ്ടി പോവാം. ഫസ്റ്റ് നമുക്ക് റൂം എംപ്റ്റി ചെയ്യണം. കുഞ്ഞിപ്പെണ്ണിന് അവിടെ പൊടിയുള്ളത് കാരണം നമ്മൾ അങ്ങോട്ടേക്ക് കയറ്റുന്നില്ല. മമ്മിയും കുഞ്ഞിപ്പെണ്ണും സേഫ് ആയിട്ട് ഇവിടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് നേരെ ഷീറ്റിന്റെ പണിയിലേക്ക് അപ്പൊ നമ്മുടെ ഇപ്പത്തെ റൂമിന്റെ കോലം കാണിച്ചാട്ടോ. അപ്പൊ കൂട്ടുകാർ, ഇപ്പൊ നമ്മുടെ റൂമിന്റെ കോലം എന്താണെന്നാണ് കാണിക്കുന്നത്, ഇപ്പത്തെ നമ്മുടെ റൂമിന്റെ കോലല്ല. കണ്ടോ, ഇങ്ങനെ മൊത്തം നമ്മുടെ റൂമിന്റെ ഇപ്പത്തെ നിലവിലെ അവസ്ഥയുണ്ട്. ഇത് ഒരു അലമാരയുണ്ട്, ഒരു നമ്മുടെ കട്ടിലുണ്ട്. അപ്പൊ നിലം കണ്ടോ, നിലത്ത് റെഡ് ഓക്സൈഡ് ആണ് കേട്ടോ. അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ റെഡ് ഓക്സൈഡ് ഇങ്ങനെ പൊടി ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക്. പറയും നീ ചെയ്യുമായിട്ടുള്ള കാര്യം പറയുന്നത്. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ഒരു കാര്യം പറയണ്ട. നീ പറഞ്ഞോ നീ പറഞ്ഞോളി. അപ്പൊ കൂട്ടുകാരെ, ഇത് കണ്ടോ, ഇതിന്റെ ഒക്കെ ഇടയിൽ കൂടെ ഉറുമ്പിന്റെ കൊറേ സാധനം ചുമലിലേക്കിട്ട് ഇങ്ങനെ നടന്നു വരും. കട്ടിലേക്ക് കേറുമ്പോ കുഞ്ഞിപ്പെണ്ണിനെ ഉപദ്രവിക്കാൻ നോക്കും. അപ്പൊ ഞാൻ അതിന് സമ്മതിക്കാൻ പറ്റില്ലല്ലോ. അമ്മ ഒരു കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് നമ്മള് ഷീറ്റ് ഒട്ടിക്കാൻ വേണ്ടി പോവാൻ കേട്ടോ. അത് നമ്മൾ ഈ നിലം മൊത്തം വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കി പിന്നെ ഷീറ്റൊക്കെ ഒട്ടിച്ച് വൃത്തിയാകുമ്പോൾ തന്നെ നല്ല രസമായിരിക്കും റൂമാണ് അല്ലേ. അപ്പൊ നമുക്ക് ഈ സാധനങ്ങളൊക്കെ മാറ്റി നടത്താലോ. എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക്. അപ്പൊ ഇതൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ. നമ്മളൊരു മെഴുകുതിരി വെച്ചിട്ട് വീടിനകത്ത് ഒരാൾക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കുന്ന പറഞ്ഞ നമ്മുടെ ചലഞ്ച് ഉണ്ടായിരുന്നു. ആ ചലഞ്ച് കെറ്റിൽ വന്നായിരുന്നു എത്തിയിരുന്നേ. നമ്മളത് ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല കൂട്ടുകാരെ. നമ്മൾ അതിന്റെ പ്രോസസ്സിങ് കാര്യങ്ങൾ നമ്മൾ അത് അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരാൾ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, വേറൊരാൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് കുറച്ച് ടൈം എടുക്കും, വേറെ സാധനം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. കുറച്ച് സമയം വേണം അവർക്കത് മാറ്റി എക്സ്ചേഞ്ച് ചെയ്ത് വേറൊരു സാധനം തരാൻ വേണ്ടിട്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സമയമാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ സമയം എടുത്തോട്ടെ. അപ്പൊ നിങ്ങളെ അതെന്തായാലും നമ്മൾ കാണിക്കൂടെ, എന്തായാലും അറിയിക്കും. അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ ഉടനെ തന്നെ നടക്കൂട്ടോ. അടുത്ത എക്സ്ചേഞ്ച് എന്നാണ് കിട്ടുന്നത് അതെന്താന്നൊക്കെ കാണിച്ചു തരാൻ വരുന്ന വീട്ടിലേക്ക് ഉണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് അത് നമുക്ക് സേഫ് ആക്കി വെച്ചേക്കാം. കണ്ടോ, കെറ്റിൽ ഇവിടെ തന്നെ ഉണ്ട്. കെറ്റിൽ നമ്മൾ സേഫ് ആക്കി വെച്ചിട്ട് നമുക്ക് തലയണല്ല കട്ടില മാറ്റണം. അതുപോലെ തന്നെ ഈ അലമാര മാറ്റണം. അലമാരക്ക് നല്ല എന്താ പറയാ, നിറയെ തുണിയാണ്. അതേപോലെ അലമാരക്ക് നല്ല വെയിറ്റും. ഭയങ്കര കനാട്ടോ, കണ്ടാ തോന്നുന്നു ഭയങ്കര കനാട്ടോ ഈ അലമാരക്ക്. അപ്പൊ ഇത് എടുത്ത് മാറ്റണം. ഇതൊക്കെ എടുത്ത് മാറ്റി നമുക്ക് റൂം എംപ്റ്റി ചെയ്തിട്ട് വേണം നമുക്ക് റൂമിൽ നമ്മൾ ഷീറ്റ് ഒട്ടിക്കാൻ. നമ്മൾ തന്നെയാണ് ഒട്ടിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഇവിടെ നെയ്യാട്ടോ, പടപടയുന്ന പരിപാടി വെക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ കട്ടിലാട്ടോ എംപ്റ്റി ചെയ്ത് കട്ടിൽ നമുക്ക് പുറത്തേക്ക് എടുക്കണം. അതാണ് പരിപാടി കേട്ടോ. അപ്പൊ ഓരോ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തെടുത്ത് അപ്പൊ നമ്മുടെ ബെഡ് ഇതിന് വലിയ കാരണമൊന്നുമില്ല കേട്ടോ. നടുവേദന എടുക്കാതിരിക്കുന്ന ടൈപ്പ് ഒരു ബെഡാണ് കേട്ടോ. അപ്പൊ പൊന്നു കനയില്ലാത്തോണ്ട് പൊന്നു കൊടുക്കാൻ കുഞ്ഞു ഭയങ്കര സെറ്റ് ആവുന്നു കേട്ടോ. നടുവ് കണ്ട ഞാൻ പൊന്നിന് ഇടയ്ക്കിടയ്ക്ക് നടുവിനുണ്ട് കേട്ടോ. അതേപോലെ കൂട്ടുകാർ, നമ്മുടെ ഈ കട്ടില് ഭയങ്കര പഴക്കമുണ്ട് കേട്ടോ. നല്ല നഷ്ടമായിട്ടുണ്ടെങ്കിൽ പപ്പ, മമ്മി, കുഞ്ഞേച്ചി, ഇച്ചയൊക്കെ കുഞ്ഞു വാങ്ങിയിരുന്നപ്പോ കിടന്നോണ്ടിരുന്ന കട്ടിലാട്ടോ. അതിലാണ് നമ്മൾ ഇപ്പോഴും കിടക്കുന്നേ.
കൈ വെച്ചിട്ട് അതിനാണ് കാണിച്ചേ പൂടിയായിരുന്നു അറിയോ അപ്പൊ കണ്ടോ കട്ടിലെടുത്ത് മാറ്റി ഇപ്പൊ മിക്കി മൗസ് ചിരിച്ചോണ്ടിരിപ്പുണ്ട് ഇവിടെ. കട്ടിലെടുത്ത് മാറ്റിപ്പോ കണ്ടോ ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ. പൊന്നു തുള്ളിച്ചാടി എന്ത് ക്യാഷ് ഒന്നും വേണ്ട ഇപ്പോൾ നോക്ക്. അപ്പൊ ഇത് നമുക്ക് ഈ മൊത്തം അടിച്ച് വൃത്തിയാക്കിയിട്ട് വേണം കേട്ടോ പകുതി ഷീറ്റ് ഇടാന്. അപ്പൊ കുഞ്ഞിപ്പെണ്ണ് അവിടെ പുറത്ത് നോക്കിയിരിക്കുന്നു കേട്ടോ. കണ്ടോ പൊന്നുവിനെ എന്ത് നോക്കിയത് ഇപ്പൊ. എന്റെ അമ്മ എന്റെ പവാരി വരുവോ. നമ്മുടെ ഫോട്ടോ നമ്മുടെ കല്യാണ ഫോട്ടോ കണ്ടോ. നിന്റെ ഈ ഹെയർ സ്റ്റൈൽ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഈ ഹെയർ സ്റ്റൈൽ ഇഷ്ടമാണ്, ഇപ്പുറത്തെ ഹെയർ സ്റ്റൈൽ ഇഷ്ടം. അതാണ് ഞാൻ പറയാണ്ട് സാമ്പു മുടി വെട്ടില്ല കൂട്ടുകാരെ. ഞാൻ അടിച്ചു വരുന്നത് തന്നെ വരുവാ. എന്റെ മോക്കലിട്ട് അവനെ അടിച്ചു കൂട്ടുകാരെ. നിങ്ങൾക്ക് ഈ തൊപ്പി ഏതാന്ന് ഓർക്കുന്നുണ്ടോ? ലോഗോയിലുള്ള അതേ സെറ്റപ്പില്ലേ, അതേ തൊപ്പി അതേ ഉടുപ്പട്ടോ. അങ്ങനെ നിൽക്കുന്ന പൊന്നു ഇങ്ങനെയുള്ള ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി എടുത്ത ഫോട്ടോ ആയിരുന്നത്. ഈ ഉടുപ്പിന്നാണ് നമ്മുടെ ലോഗോയും നമ്മുടെ ഈ തൊപ്പിന്നാണ് നമ്മുടെ ലോഗോയും വന്നത്. ഈ ഉടുപ്പ് ഈ തൊപ്പിയായിരുന്നു കേട്ടോ. അപ്പൊ കൂടുതൽ അടുത്ത ഇതാണ് കേട്ടോ. അടുത്ത ഫോട്ടോ കണ്ടോ ഞാനും പൊന്നും കൂടെ എന്റെ ഫ്രണ്ട് നമ്മുടെ കല്യാണത്തിന് ഗിഫ്റ്റ് ചെയ്തതാട്ടോ. ഫ്രണ്ടിന്റെ പേരെന്താ അറിയാമോ? പാമ്പ്. പാമ്പെന്ന് വിളിക്കുന്നത്. പാമ്പ് നല്ല അശ്വതി നട്ടോണ്ട് പേര്. നീ പാമ്പ് എന്നല്ലേ വിളിക്കുന്നേ? എന്താണ് അങ്ങനെ പറയരുത്, ഞങ്ങള് പേഴ്സണൽ ആയിട്ടുള്ള സമയത്ത് ഞങ്ങൾ വിളിക്കുന്നല്ലേ പാമ്പെന്നോ. അപ്പൊ കൂട്ടുകാരെ നമ്മൾ അടിച്ചു വരി കഴിഞ്ഞിട്ട് അപ്പൊ ഇച്ച് തുടയ്ക്കാന്ന് പറഞ്ഞിട്ട് ഇച്ച് തുടയ്ക്കുന്നുണ്ട്. തുടച്ചു കഴിഞ്ഞാൽ മൊത്തം ഒട്ടും കരട് കാണാൻ പാടില്ല. ഒട്ടും ഇങ്ങനെ. എടാ കുഞ്ഞാ നീ പിടി, ഞാൻ തുടയ്ക്കാം. അങ്ങനെയല്ല കുഞ്ഞാ, ഇവൻ എങ്ങനെയാ തുടയ്ക്കുന്നേ നോക്ക്. ഇതെന്താ കാണിക്കുന്ന നീ? ഇതെന്താ ഇങ്ങനെയല്ല തുടയ്ക്കേണ്ടത്. അപ്പൊ കൂട്ടുകാരെ നല്ല പോലെ തുടച്ചിട്ടുണ്ട് കേട്ടോ. ചളിയെല്ലാം പോയി നല്ല വൃത്തിയായിട്ടോ. കണ്ടോ ടും ടും പപ്പന്റെ മടിയിലിരിക്കുവാണേ. പപ്പ മുണ്ട് ഇതാക്കിയിട്ട് അതിൽ ഊഞ്ഞാല് പോലെ ഇരിക്കുക പെണ്ണ്. പപ്പ ക്രിക്കറ്റ് കളി കാണുവാണ്. അപ്പൊ പപ്പനെ നോക്കി ഇരിക്കുക കേട്ടോ കുഞ്ഞിപ്പെണ്ണ്. എന്തൊക്കെയോ കാക്കി കുക്കു എന്ന് പറയുന്നുണ്ട്. പപ്പയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ നീ എന്താ ചെയ്യുന്നേ? അങ്ങനെയൊക്കെയാണോ? അങ്ങനെയാകുമ്പോ പിന്നെ പൊടിയോ അങ്ങനെയൊന്നും വന്നിട്ട് ഷീറ്റ് കീറൂല കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞൊരു തരി ഇരുന്നാൽ മതി ഷീറ്റ് കീറാൻ വേണ്ടിട്ട്. ഇപ്പൊ നല്ല പേപ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് അവിടെ കിടന്ന് ഗുസ്തി പിടിക്കുന്നുണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട്. അപ്പൊ കൂട്ടുകാരതെ ഇച്ച് നോക്കിയേ ഷീറ്റ് കൊണ്ടുവന്നു കേട്ടോ. ഇത് മറച്ചല്ലോ ഇടണ്ടേ. അപ്പൊ കൂട്ടുകാരതെ ഫസ്റ്റത്തെ വലിയ ഷീറ്റ് ഇങ്ങനെയാട്ടോ വരിക. ഇനി അപ്പൊ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒറ്റ ഷേപ്പിന് കട്ട് ചെയ്യണം. എന്നിട്ട് വേണം ഒട്ടിക്കാൻ വേണ്ടിട്ട് കട്ട് ചെയ്യാം. അപ്പൊ കൂട്ടുകാരതെ കുഞ്ഞിപ്പിട പോയിരിഞ്ഞ് കരച്ചിലാട്ടോ. ഫുഡ് കഴിക്കുകയാണ്, അതിന്റെ കൂടെ ഭയങ്കര അപ്പൊ നമ്മുടെ സൂപ്പർ മൂഡ് പശ ഉണ്ട് കേട്ടോ. ഈ പശ വെച്ചിട്ട് അവിടെ നമ്മൾ ഒട്ടിക്കുന്നത്. ഒരു കോലില്ലാത്ത തുണിയൊക്കെ കയറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത് മുക്കി മുക്കി ഒട്ടിക്കണം കേട്ടോ. ഒട്ടിച്ച് നമുക്ക് സെറ്റ് ആക്കണം. കുഞ്ഞിപ്പാപ്പുന് സന്തോഷായോ? അയ്യോ അച്ചുവാവോ അവന്റെ പൊന്ന്. അപ്പൊ സാമ്പോ ഐശ്വര്യമായിട്ട് പണി തുടങ്ങുന്നുണ്ട്. സാമ്പോ എന്തൊക്കെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വെട്ടി മുറിച്ചിട്ടുണ്ട് കണ്ടോ. സൈഡൊക്കെ നല്ല നല്ല വേലി കരണ്ട പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഐശ്വര്യമായിട്ട് ഒട്ടിക്കാൻ പോവാണ് കൂട്ടുകാരെ. ഐശ്വര്യമായിട്ട് ഒട്ടിക്കാൻ പോവാണ്. സാമ്പോ ചുണ്ടൊക്കെ കടിച്ചു പിടിച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. കണ്ടോ ഇതൊക്കെ നിസ്സാരം, നമുക്ക് തന്നെ ചെയ്യാന്നുള്ളൂ അല്ലേടോ. ഞാൻ സിമ്പിൾ നിസ്സാരം. നല്ല മണം, നല്ല മണല്ലേ. അപ്പൊ കൂട്ടരുത് സാമ്പ എയർ കളഞ്ഞോണ്ടിരിക്കട്ടെ. അതിന്റെ ഉള്ളിലുള്ള ബബിൾസ് എല്ലാം കൂടി ഇങ്ങനെ കയറി ഒരു സൈഡിൽ നിന്ന് തൂത്ത് വരണം കേട്ടോ. അപ്പൊ ബബിൾസ് ഉണ്ടോന്ന് നോക്കലാണ് എന്റെ ജോലി. ഞാൻ ഈ
സൈഡ് ഒട്ടിച്ചു കേട്ടോ, ഈ സൈഡൊക്കെ മുറിച്ച ഞാനാ. അപ്പൊ കൂട്ടുകാരെ പശതേക്കൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാമ്പാർ ചെയ്തിട്ട് ഇച്ചിരി തെറ്റിപ്പോയി. അപ്പൊ സാമ്പാറിനെ തിരുത്താൻ വേണ്ടി ഞാൻ കളത്തിൽ ഇറങ്ങേണ്ടി വന്നു. മുന്നേ കളത്തിൽ ഇറങ്ങേണ്ടി വന്നപ്പോ ലാസ്റ്റ് അവിടെ ഞങ്ങൾ പശയായിട്ട് കുറെ തേച്ചോണ്ടിരിക്കണു. അവിടെ തൊട്ട് ഇവിടെ വരെ തേച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് കഴിയും കേട്ടോ. പെട്ടെന്ന് തേക്കട്ടെ. ഒട്ടും ഒട്ടിക്ക് എന്ന് പറയുന്നയാ. അപ്പൊ കൂട്ടുകാരെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പപ്പ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അലമാര അങ്ങോട്ടേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഇതാ ഇങ്ങനെയാട്ടുള്ളത്. ഇതാ ഭിത്തിയൊക്കെ പണി ഏകദേശം സെറ്റ് ആയിട്ട് ഇപ്പൊ സമയം രാത്രി 11:30 ആയിട്ടുണ്ട്. അപ്പൊ ഇച്ച കുളിക്കാൻ പോയിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണിനെ മമ്മി കുളിപ്പിക്കുന്നുണ്ട്. ഞാനിവിടെ മൊത്തം ക്ലീനിങ് ആട്ടോ. എല്ലാ റൂമിലുള്ള സാധനമൊക്കെ ഇവിടെ നമ്മള് ഹാളിലായിരുന്നു കൊണ്ട് കണ്ടോ, ഇവിടെ മൊത്തം ഇരിക്കുക കേട്ടോ. അപ്പൊ ഇതൊക്കെ അടിച്ചു വാരി ക്ലീനിങ് കഴിഞ്ഞു. ഇനി ഞാനും കൂടെ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പൊ എന്റെ കുളിയും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ റൂം കാണിച്ചു തരാം കേട്ടോ കൂട്ടുകാരെ. പേടിപ്പിക്കാൻ നോക്കിയതാ, അപ്പൊ കൂട്ടുകാരെ കുഞ്ഞിപ്പെണ്ണിനെ മമ്മി ഉറക്കിട്ടോ. ദുഷ്ടാ നോക്കൂ കൂട്ടുകാരെ, ഞാനൊന്ന് കുളിക്ക. എന്താണ് എന്താ മോശമായി പോയി കണ്ടോ. അയലപ്പുറത്ത് കണ്ടപ്പോ അവൻ എന്നെ മറന്നു കൂട്ടുകാരെ. എന്നോടൊരു അക്ഷരം പറയല്ലേ, കുളിക്കുന്നിടത്ത് വരെ വന്ന് പറയുന്നതാണേ. ഒന്ന് കൈ മാറ്റി കഴിക്കാന്ന് പറഞ്ഞവൻ തിന്ന് തീരാനായി. എന്നിട്ടാണ് ഞാനൊന്ന് കുളിക്കാൻ പോയപ്പോ തന്നെ ഇരുന്ന് തിന്നുന്നുണ്ടോ. എന്താടാ എന്നെ ഒന്ന് വിളിച്ചു പോലില്ല. ഞാൻ ഇത്ര നേരം അവന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരുന്നേ, വിശന്നിട്ട്. ശീലായി.